എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാമെന്ന വ്യാജനെ 2 കോടി തട്ടാൻ ശ്രമിച്ച 2 പേർ വിജിലൻസ് പിടിയിൽ. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിയുടെ പരാതിയിലാണ് തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവർ അറസ്റ്റിലായത്. പരാതിക്കാരനെതിരെയുള്ള ED കേസിനെ കുറിച്ച് പ്രതികൾ അറിഞ്ഞതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായിക്കെതിരെ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കേസ് ഒതുക്കി തീർക്കാമെന്ന വ്യാജേന വിൽസണും മുരളിയും വ്യവസായിയെ സമീപിച്ചത്. 2 കോടി രൂപയാണ് സെറ്റിൽമെന്റ് തുകയായി ആവശ്യപ്പെട്ടത്. 50 ലക്ഷം രൂപ 4 തവണകളായി കേരളത്തിന് പുറത്തുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അഡ്വാൻസായി 2 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. തട്ടിപ്പ് മനസ്സിലായതോടെ വ്യവസായി വിജിലൻസിനെ സമീപിച്ചു. ഇന്നലെ വിജിലൻസ് നിർദ്ദേശപ്രകാരം പണം കൈമാറാനെത്തിയപ്പോഴാണ് പനമ്പള്ളി നഗറിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് 2 ലക്ഷം രൂപ കൈമാറുമ്പോൾ വിൽസനെ പിടികൂടി. വിൽസൺ ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്ത സമയത്ത് വിൽസൺ അതിലെ വേറെ രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്ന ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറെല്ലാം തന്നത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഇതിൽ പങ്കുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മുരളിയും പിന്നീട് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. 2 കൂട്ടരെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി. കശുവണ്ടി വ്യവസായിക്കെതിരെയുള്ള ED കേസിനെ കുറിച്ച് പ്രതികൾക്ക് വിവരം ലഭിച്ചത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പിടിയിലായ തമ്മനം സ്വദേശി വിൽസന്റെ അക്കൗണ്ടിലേക്ക് വൻ തുകകൾ എത്തുന്നുണ്ടെന്ന് വിജിലൻസ് പരിശോധനയിൽ മനസ്സിലാക്കി. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. 24 കൊച്ചി.